ഭരിക്കുന്നത്. ആകെ വിലയിടിഞ്ഞ ഒരേ ഒരു സാധനം ശ്രീ പിണറായി വിജയൻ്റെ മാത്രമാണ്. ബാക്കി എല്ലാ സാധനത്തിൻ്റെയും വില കേരളത്തിൽ കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അല്ല, ഈ CPM ഈ നവകേരളം എന്ന് പറയുന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം CPM എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ 9 കൊല്ലക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നടത്തിയ കൊടിയ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ട്. ഒന്ന്, വിലക്കയറ്റം കാരണം പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങളാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് നമുക്കറിയാം. ഇനി എല്ലാത്തിനും, അതായത് ഇലക്ട്രിസിറ്റി ചാർജ്, വെള്ളക്കരം, അതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം, മിൽമാപ്പാൽ, പെട്രോൾ ചാർജ്, ബിൽഡിംഗ് ടാക്സ്, ലാൻഡ് ടാക്സ്, വണ്ടിയുടെ ടാക്സ്, ടോൾ പാസയിലെ നിരക്ക്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ വില കൂട്ടിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആകെ വിലയിടിഞ്ഞ ഒരേ ഒരു സാധനം ശ്രീ പിണറായി വിജയൻ്റെ മാത്രമാണ്. ബാക്കി എല്ലാ സാധനത്തിൻ്റെയും വില കേരളത്തിൽ കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. 2, ക്രമസമാധാനം ഇല്ലാതാക്കിയ ഒരു സർക്കാരാണ്. കാരണം മാല മുതൽ മാങ്ങ വരെ മോഷ്ടിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് അതപ്പതിച്ചത് നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല, ഇവിടെ മയക്കുമരുന്ന് കാരണമുള്ള അക്രമം എത്രയാണ് നടന്നതെന്ന് രക്ഷിതാക്കൾ വളരെ ആശങ്കയിലാണ്. എത്രയേറെ അക്രമങ്ങൾ നടന്നു, അതൊന്നും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. 3, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ വേണു മരിച്ചു. വേണു പറഞ്ഞത് അവശ്യ ശസ്ത്രക്രിയയ്ക്ക് പോയിട്ട് ശസ്ത്രക്രിയയോ മരുന്നോ കട്ടിലോ പോലും കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ എല്ലാ ദിവസവും തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിൽ ശുചിമുറി താർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആരോഗ്യ മേഖലയെ തച്ചു താർത്ത സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ. 4, വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ തൊഴിൽ മേഖലയും തച്ചു തകർത്ത സർക്കാരാണ്. കാരണം ഇവർ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെയോ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ചരിത്രപരമായി വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ടോ ആ മാറ്റത്തിനെതിരെ സമരം ചെയ്ത പ്രസ്ഥാനം SFI ആണ്. അത് സ്വാശ്രയ കോളേജുകളുടെ കാലഘട്ടത്തിലും ഇവിടെ വിദേശ സർവകലാശാലകളുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ ചരിത്രപരമായി എല്ലാ കാര്യങ്ങളിലും സമരം ചെയ്ത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ +2 കഴിയുമ്പോഴേക്കും വിദേശത്തേക്ക് പോകാൻ പാകത്തിനാക്കി വെച്ച ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ. തൊഴിലിടങ്ങളെ നശിപ്പിച്ച സർക്കാരാണ്. കാരണം PSCയെ നോക്കുകുത്തിയാക്കി. കണ്ട കത്തിക്കുത്ത് കേസിലെ പ്രതികൾക്ക് വരെ PSCയുടെ ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്ത് പോലീസ് PSC റാങ്ക് ലിസ്റ്റിൽ കയറ്റിയ ഒരു സർക്കാരാണ്. ഇത് കാണുന്ന ചെറുപ്പക്കാരൊക്കെ ഈ സർക്കാരിൻ്റെ എതിരായിട്ട് വോട്ട് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അഴിമതി കൊണ്ട് മൂടിയ സർക്കാരാണ്. SNC ലാവ്ലിൻ കേസും മാസപ്പടി കേസും മകനെതിരെയുള്ള ED കേസും ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അഴിമതി ആരോപണം നേരിടുന്ന സർക്കാരാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം മല നട്ടു, കാട് കട്ടു, റോഡ് കട്ടു, തോട് കട്ടു, എല്ലാം കട്ട് കഴിഞ്ഞപ്പോൾ അവസാനം സാക്ഷാൽ ശബരിമല അയ്യപ്പനെ തന്നെ കട്ടെടുത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടെടുത്ത വാസുവിനെയും പത്മകുമാറിനെയും ഇപ്പോഴും താലോലിക്കുന്ന സമീപനം നടത്തുന്ന ഈ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വോട്ടാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതും മാത്രമല്ല, ഏറ്റവും അവസാനമായി ഇവിടെ RSSൻ്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള വോട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഈ ഇന്ത്യ രാജ്യത്ത് ഒരു ചോദ്യം ചെയ്യലിന് പോലും വിധേയമാക്കപ്പെടാത്ത ഒരേ ഒരു BJP ഇതര നേതാവേ ഉള്ളൂ. ആ നേതാവിന്റെ പേര് പിണറായി വിജയനും കുടുംബവും എന്നാണെങ്കിൽ ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അയാൾ RSSന്റെ ഏജന്റ് ആണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ഇതിനെതിരെയുള്ള, അതായത് ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ.